ഒരു വാല്യൂവിന് താഴെയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ വയബിലിറ്റി എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇ കൊമേഴ്സിൽ ഈ രൂപത്തിൽ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുകയില്ല. സെയിൽസ് കൂട്ടാനായിട്ട് ഒരു പുതിയ ഒരു സെയിൽസ് ടീമിനെ അസൈൻ ചെയ്യുന്നതാണോ ബെറ്റർ? ഇ കോമേഴ്സ് അല്ലെങ്കിൽ ഓൺലൈൻ സെയിൽസ് ഒക്കെ അവർക്ക് ഒരു മണി സോഴ്സ് ആയിട്ട് പെട്ടെന്ന് ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു ഡെസിബൽ പോയിന്റ് മാറിയത് കൊണ്ട് 2 ലക്ഷം രൂപ ഫൈൻ വന്ന വല്ലാത്തൊരു കഥ നേരത്തെ പരാമർശിച്ചല്ലോ, അതെന്തായിരുന്നു നമ്മൾ പറയാമോ? കഴിഞ്ഞ തവണ നമ്മുടെ അടുത്ത് വന്ന ഒരു ക്ലയന്റിന്റെ കഥയാണത്. ഒരു രസകരമായ കഥയാണ്. അദ്ദേഹം വളരെ സക്സസ്ഫുള്ളായി ഒരു ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഏതൊരു ബിസിനസ്സിനും എക്സ്പാൻഷന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ബിസിനസ് ഇ കൊമേഴ്സിലൂടെ എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയും അദ്ദേഹം സ്വാഭാവികമായും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു. വലിയ കുഴപ്പമില്ലാതെ സെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് കാശ് കിട്ടുന്നില്ല. ഫ്ലിപ്കാർട്ടിൽ നിന്ന് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ അടുത്ത് അദ്ദേഹം എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നിങ്ങളൊന്ന് വിശദമായി ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ലിസ്റ്റിങ്ങിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രൊഡക്റ്റിൻ്റെ വെയിറ്റ്, പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിങ്ങിൽ അദ്ദേഹം അധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ ഏറ്റവും രസകരമായിട്ടുണ്ടായിരുന്നത് അദ്ദേഹം വിൽക്കുന്ന പ്രൊഡക്റ്റിൻ്റെ വിത്ത് പാക്കിങ്ങിൻ്റെ വെയിറ്റ് വരുന്നത് 30 ഗ്രാമായിരുന്നു. അതിന് പകരം ഫ്ലിപ്കാർട്ടിൽ ലിസ്റ്റ് ചെയ്തപ്പോൾ 30 ഗ്രാമിന് പകരം 3 കിലോ, അതായത് ഫ്ലിപ്കാർട്ടിൽ ഗ്രാമേജിലാണ് ലിസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 30 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.030 ഇടുന്നതിന് പകരം അദ്ദേഹം 3 മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 3 കിലോഗ്രാം ആയിട്ടാണ് ഇതിൻ്റെ വെയിറ്റ് ഫ്ലിപ്കാർട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കഷ്ടകാലത്തിന് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ് റേഞ്ചിൽ ഏറ്റവും കൂടുതൽ സെയിൽസുള്ള പ്രൊഡക്റ്റ് അതായിരുന്നു. അപ്പോൾ വെറും 56 രൂപ ഷിപ്പിംഗ് കോസ്റ്റ് വരുന്നതിന് പകരം അദ്ദേഹത്തിന് വന്നിരുന്നത് 128 രൂപയായിരുന്നു. ഈ ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ അവിടെ കാണിക്കില്ല. അത് നിങ്ങളുടെ പേയ്മെൻറ്റ് റിപ്പോർട്ട്സിൽ പോയിട്ട് ചെക്ക് ചെയ്യുമ്പോഴാണ് ആക്ച്വൽ ഡിഡക്ഷൻസും ആക്ച്വൽ ചാർജസും അറിയുന്നത്. അദ്ദേഹത്തിന് അത് ആരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അദ്ദേഹം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളിത് 2.5 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം ചിരിച്ചു. അദ്ദേഹം വിചാരിച്ചു ഞങ്ങൾ തമാശ പറയുകയാണ്. പിന്നെ കാണിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കിയത്. ആ വല്ലാത്തൊരു കഥ എന്ന് പറയാനുള്ള കാരണം ഒരു ഡെസിമൽ പ്ലേസ് കൊണ്ട് അദ്ദേഹത്തിന് വന്നിട്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടായിരുന്നു. അത് സാധാരണ ഒരു തുടക്കക്കാർക്ക് പറ്റുന്ന ഒരു അബദ്ധങ്ങളാണ്. ഞങ്ങളപ്പോൾ അതുകൊണ്ട് ഇവിടെ ചെയ്യുന്നത് ആദ്യം ഒരു ക്ലയൻറ്റ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ് ആ ഇ കൊമേഴ്സിലേക്ക് ഫിറ്റ് ആണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടാണെങ്കിലും ഒരു പ്രത്യേക വാല്യൂവിന് ഒരു വാല്യൂവിന് താഴെയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ വയബിലിറ്റി എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്ര വോളിയൂംസ് ഉണ്ടായാലും വയബിലിറ്റി എത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് അങ്ങനത്തെ പ്രൊഡക്റ്റുകളെ എന്തെങ്കിലും കമ്പൈൻ ചെയ്യുക, 3ന്റെ പാക്കിൽ ബണ്ടിൽ അത് അങ്ങനെ കൊണ്ടുവന്ന് ഒരു വയബിലിറ്റി പ്രൈസിങ്ങിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ രണ്ട് ഗുണമുണ്ട്. ഒന്ന് കസ്റ്റമർക്കും ഒരു ബെനിഫിറ്റ് കിട്ടുന്ന പോലെയോ സെല്ലർക്ക് ഒരു വയബിലിറ്റി വരും. നമ്മൾ കാൻട്രിയിൽ ആദ്യം ചെയ്യുന്നത് വയബിലിറ്റി അസസ്മെന്റ് ആണ്. ആ പ്രൊഡക്റ്റ് വയബിൾ ആകുമോ, ഇ കൊമേഴ്സിന് വയബിൾ ആണോ, ഫിറ്റ് ആണോ എന്നുള്ളതാണ്. തീർച്ചയായും നമ്മളത് ഓപ്പണായി പറയും ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇ കൊമേഴ്സിൽ ഈ രൂപത്തിൽ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുകയില്ല, നമുക്കതിനെ റീവർക്ക് ചെയ്യണമെന്ന്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ അല്ലെങ്കിൽ മാർക്കറ്റ് പ്ലേസിൽ അതിന് ഒരു മിനിമം എക്സ്പെൻസ് ഉണ്ട്. ഒരു പ്രൊഡക്റ്റ് അയക്കുന്നതിന് ഒരു മിനിമം എക്സ്പെൻസ് ഉണ്ട്. നമ്മുടെ സൈഡിൽ നിന്ന് വരുന്ന ഓപ്പറേഷൻസിൽ വരുന്ന മിനിമം എക്സ്പെൻസ്, അത് പാക്ക് ചെയ്യണം. അപ്പോൾ ആ പാക്ക് ചെയ്യാനുള്ള മെറ്റീരിയലിൻ്റെ ഒരു കോസ്റ്റ് വരുന്നുണ്ട്. പാക്ക് ചെയ്യുന്ന ആൾക്ക് നമ്മളൊരു ലേബർ കോസ്റ്റ് വരുന്നുണ്ട്. ഇത് കൂടാതെ നമ്മൾ ഈ മാർക്കറ്റ് പ്ലേസുകൾക്ക് ഒരു കമ്മീഷൻ, അവരുടെ ഫിക്സഡ് ചാർജ്. ഇപ്പോൾ ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും കമ്മീഷന് പുറമെ ഒരു ഫിക്സഡ് ചാർജ് പെർ ഓർഡറിന് ഇത് ചെയ്യുന്നുണ്ട്. ഈ ഫിക്സഡ് ചാർജ് തന്നെ ഇപ്പോൾ മിനിമം 15 രൂപ വരുന്നുണ്ട് ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടാണെങ്കിലും. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിന് 40 രൂപയേ ഉള്ളൂ വെച്ച് കഴിഞ്ഞാൽ 15 രൂപ അവിടെ തന്നെ പോയി. ബാക്കിയുള്ളതിൻ്റെ മുകളിലാണ് നിങ്ങൾക്ക് ഇത് വരുന്നത്. അപ്പോൾ അതിൽ ഷിപ്പിംഗ് ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ വയബിൾ ആവില്ല. അത് കാരണം കൊണ്ടാണ് നമ്മൾ ഈ വയബിലിറ്റി എപ്പോഴും ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത്. സാധാരണ ഒരു പുതിയൊരാൾക്ക് പറ്റുന്ന ഒരു അബദ്ധങ്ങളിലൊന്നും എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ട്രഡീഷണൽ മാർക്കറ്റിംഗ് പോലെ എൻ്റെ പ്രൊഡക്റ്റ് 50 രൂപയാണ്, ഞാനത് വിൽക്കുന്നു, അതൊന്നും എനിക്ക് പ്രോഫിറ്റ് അല്ല. നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സ്പെൻസ് കൂടിയും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഓരോ ചെറിയ ഭാഗങ്ങളും നമ്മൾ വയബിലിറ്റി ടെസ്റ്റിൽ ചെക്ക് ചെയ്തതിന് ശേഷമാണ് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ക്ലയൻറ്റിൻ്റെ എന്താ ഈ 2 ലക്ഷം ക്ലയൻറ്റ് സെല്ലറിൻ്റെ 2 ലക്ഷം ഫൈൻ നമുക്ക് തിരിച്ചു കൊടുക്കേണ്ട ഒരു നമ്മളത് ട്രൈ ചെയ്യുന്നു. ഫ്ലിപ്കാർട്ടുമായിട്ട് അവരുടെ പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് കാര്യങ്ങൾ നമ്മളിപ്പോൾ കറക്റ്റ് ചെയ്ത്
ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മീഷൻസ് ഇവരുടെ എക്സ്പെൻസ് ആയിട്ടാണ് അവർ കാണുന്നത് ഫ്ലിപ്കാർട്ട്. അതിൻ്റെതായിട്ടുള്ള സമയം കാര്യങ്ങൾ എടുക്കും. പക്ഷേ ഇനി അദ്ദേഹത്തിന് അങ്ങനെ ഒരു ലോസ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിലൊരു പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെയിൽസ് തുടങ്ങുമ്പോൾ ഓരോ സമയത്തും നമ്മളിത് ക്രോസ് ചെക്ക് ചെയ്യണം. ഇത് ജെന്യുവിനായിട്ട് പറ്റിയൊരു മിസ്റ്റേക്കാണ്. മാത്രമല്ല ആമസോണിലെ സെയിൽ കണ്ടിട്ട് നമുക്കത് തന്നെ പ്രോഫിറ്റ് വരണമെന്നോ റവന്യൂ വരണമെന്നോ നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. നമ്മൾ ഓരോ സെയിൽസ് സൈക്കിൾ കഴിഞ്ഞാലും, അതായത് ഇന്നത്തെ സെയിൽസ് കഴിഞ്ഞാൽ ഈ രണ്ട് ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ആമസോൺ ആണെങ്കിലും അതിൻ്റെ റിപ്പോർട്ടുകളിൽ പോയി പേയ്മെന്റ് സമ്മറി എടുത്ത് നോക്കി നിങ്ങൾക്ക് വയബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അത് ഓരോ സമയത്തും അത് ഒരു പ്രാവശ്യം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർമനന്റ് ആവണമെന്ന് നിർബന്ധമില്ല. അതിന്റെ കറക്ഷൻസ് കാര്യങ്ങൾ പിന്നെയും വരാം. അതുകൊണ്ട് നമ്മളത് ഒരു നിശ്ചിത ഇടവേളയിൽ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് ഇത് കറക്റ്റ് ചെയ്യണം. ഇതൊക്കെയാണ് സാധാരണ ഒരു റെഗുലർ ബിസിനസ്മാൻ അവരുടെ തിരക്ക് കാരണം കൊണ്ട് ചെക്ക് ചെയ്യാൻ പറ്റാത്തത്. അവിടെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, നമ്മുടെ കാനറി അഫിലിയേറ്റിന്റെ ഒരു പ്ലസ് പോയിന്റ്. നമ്മൾ ഈ വക തലവേദനകൾ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻസോ ഈ വരുന്ന പ്രൈസ് ഡിഫറൻസോ ഒക്കെ ആമസോൺ ഫ്ലിപ്കാർട്ട് മുൻകൂട്ടി നമ്മൾ അറിയിക്കാനായിട്ടൊരു ചാനലുണ്ടോ? ഇമെയിൽ ത്രൂ? അവരുടെ ഇമെയിലുകൾ വരും, അവരുടെ SMS വരും. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മെയിൽ സെർവേഴ്സും കാര്യങ്ങളും യൂസ് ചെയ്യുന്നതാണ്. ചിലർ ജിമെയിലിനായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. പലപ്പോഴും ഈ വരുന്ന സാധനങ്ങൾ ഇമ്പോർട്ടൻറ്റ് പ്രൈമറി മെയിലായിരിക്കില്ല കിടക്കുക. അപ്പോൾ നോക്കുമ്പോൾ സാധനം വന്നിട്ടുണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇതിലെപ്പോഴും നല്ലത് നമ്മൾ എല്ലാ മാസം സെയിൽസ് വരുമ്പോൾ ഓരോ പേയ്മെന്റ് സൈക്കിളിലും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. നിങ്ങൾ വിറ്റതിന്റെ പ്രൊഡക്റ്റ് കിട്ടി. ഇതിപ്പം ഒരു പോയിന്റ് ഡെസിമലിന്റെ പ്രശ്നം മാത്രമല്ല, പലപ്പോഴും പലർക്കും ഈ പ്രൊഡക്റ്റ് റിട്ടേൺസും കാര്യങ്ങളും, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് റിട്ടേൺസ് അവിടുന്ന് തിരിച്ച് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് എത്താത്ത കാര്യങ്ങൾ, ഇതിനെല്ലാം റീഇംബേഴ്സ്മെന്റും കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. നമ്മൾ പ്രൊഡക്റ്റ് കോസ്റ്റ് ചെയ്യുമ്പോൾ ഇതുകൂടി നമ്മൾ ഈ ഒരു മാർജിൻസ് കൂടി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അവിടെയാണ് വയബിലിറ്റി ചെക്കിന്റെ ഇത് വരുന്നത്. അത് നമ്മുടെ ഒരു കാനറിയിലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങളത് ഹെൽപ്പ് ചെയ്യണം. ഒരു പർട്ടിക്കുലർ പോയിന്റിന് പ്രൈസ് താഴെയാണെങ്കിൽ വിൽക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അബ്സല്യൂട്ട്ലി റൈറ്റ്. അത് നിങ്ങൾ നഷ്ടം ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഓപ്പണായി കസ്റ്റമറോട് പറയും ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഇ കൊമേഴ്സിൽ വിൽക്കാൻ പറ്റില്ല, അതിന് നമുക്ക് ചിലപ്പോൾ കറക്ഷൻസ് ചെയ്യേണ്ടി വരും. ഓക്കെ. സോ കേരളത്തിൽ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന ഒരു സെല്ലർക്ക് അദ്ദേഹത്തിന്റെ സെയിൽസ് കൂട്ടാനായിട്ട് ഒരു പുതിയ സെയിൽസ് ടീമിനെ അസൈൻ ചെയ്യുന്നതാണോ ബെറ്റർ, അതോ അതേ എനർജി ആൻഡ് ടൈം നമുക്ക് ഈ കൊമേഴ്സ് സർവീസസോ ആമസോൺ ഫ്ലിപ്കാർട്ട് അതിലേക്ക് കൂടുതലായിട്ട് എഫേർട്ട് സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ? ഓക്കെ, അതൊരു വളരെ വയബിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇത് രണ്ടും രണ്ട് തലത്തിലാണ്. ഒന്ന്, ഒരു സെയിൽസ് ടീമിനെ വെച്ച് നിങ്ങൾ സെയിൽസ് ചെയ്യുമ്പോൾ ഒരു റീറ്റെയിൽ മാർക്കറ്റിലാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ ആ റീറ്റെയിൽ മാർക്കറ്റിൽ നിങ്ങളുടെ സെയിൽസ് ടീം വർക്ക് ചെയ്യുന്ന മാർക്കറ്റിനെ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇത് ഇ കൊമേഴ്സിൽ വരുമ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഏരിയ മാത്രമല്ല, നിങ്ങളുടെ പ്രൊഡക്റ്റ് എത്തിപ്പെടാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അവിടെയും അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, കേരളത്തിൽ നിന്ന് സെല്ല് ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക് തമിഴ്നാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ദിവസങ്ങളെടുക്കും. പക്ഷേ അതിനെ ഓവർകം ചെയ്യാനുള്ള പല വഴികളും ആമസോണിലും ഫ്ലിപ്കാർട്ടുകളിലും ഉണ്ട്. ഫോർ എക്സാമ്പിൾ FBA എന്ന് പറയുന്ന ആമസോണിൻ്റെ ഫുൾഫിൽ ബൈ ആമസോൺ പ്രോഗ്രാം, FBF എന്ന് പറഞ്ഞിട്ട് ഫുൾഫിൽ ബൈ ഫ്ലിപ്കാർട്ട് പ്രോഗ്രാംസ്. അപ്പോൾ അതൊക്കെ കവർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ ഉണ്ടാകുന്ന ഒരു മേജർ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു സെയിൽസ് ടീമിനെ അപ്പോയിൻറ്റ് ചെയ്യണം. അപ്പോൾ അവർ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ മുതൽ നിങ്ങൾ അവർക്ക് ഫിക്സഡ് ആയിട്ടുള്ളൊരു സാലറിയും അവരുടെ എക്സ്പെൻസ് കവർ ചെയ്യണം. ഈ സെയിൽസ് ടീം നിങ്ങളുടെ പ്രൊഡക്റ്റ്, നിങ്ങളുടെ ബ്രാൻഡിൽ പ്രൊഡക്റ്റ് ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൽ കൊണ്ട് സ്റ്റോക്ക് ചെയ്യുന്നു. അവിടുന്ന് റീറ്റെയിൽ സെഗ്മെൻറ്റിലേക്ക് പോകുന്നു. ഇതിൻ്റെ ഇടയിൽ അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നിങ്ങൾ പ്രൊഡക്ഷൻ എടുക്കുന്നു. ഈ എടുത്ത പ്രൊഡക്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അവിടെ എത്തുന്നു, അവിടുന്ന് റീറ്റെയിൽ എത്തുന്നു. അപ്പോൾ ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് നടക്കുന്നു. അവിടെയൊക്കെ നിങ്ങളുടെ ഇൻവെൻട്രി ബ്ലോക്ക് ആവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവർക്ക് സാലറിയും എക്സ്പെൻസും കൊടുക്കണം, ഇവരുടെ വർക്ക് മോണിറ്റർ ചെയ്യണം, ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് മോണിറ്റർ ചെയ്യണം, ഇവർക്ക് ആ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ പ്രൊഡക്റ്റ് അവൈലബിൾ ആവാനുള്ള ഇൻവെൻട്രി നിങ്ങൾ ബ്ലോക്ക് ചെയ്യണം. ഇതിൻ്റെ 4% സ്ട്രഗിളേ ഉള്ളൂ നമ്മളൊരു ഇ കൊമേഴ്സ് മാർക്കറ്റിൽ പോകുന്നത്. ഇ കൊമേഴ്സ് മാർക്കറ്റിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇൻവെൻട്രി ബ്ലോക്കിംഗ് വരുന്നില്ല. വെച്ചാൽ നിങ്ങൾ B2B അല്ല B2C ആണ് അവിടെ ചെയ്യുന്നത്. നേരിട്ട് കസ്റ്റമർക്കാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ട്രെൻഡ് അനുസരിച്ച് നിങ്ങളുടെ പ്രൊഡക്ഷൻ കൂട്ടി നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഇൻവെൻട്രി, നിങ്ങളുടെ ക്യാപിറ്റലും ബ്ലോക്ക് ആവുന്നില്ല. കമ്മീഷൻസും സെയിൽസും രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ വരുന്ന സെയിൽസിൻ്റെ എക്സ്പെൻസാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾക്ക് മാർക്കറ്റിംഗ് എക്സ്പെൻസ് മാത്രമാണ് നിങ്ങൾക്ക് നേരത്തെ കൊടുക്കേണ്ടി വരുന്നത്. അത് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു സെയിൽസ് ടീമിന് കൊടുക്കുന്ന സാലറിയെക്കാട്ടും വളരെ കുറവാണ് വരുന്നത്. അപ്പോൾ താങ്കളുടെ ചോദ്യത്തിന് വ്യക്തമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ സെയിൽസ് ടീമിനെ അതിൻ്റെ തലവേദനകളാണ് ഇവിടെ ഇല്ലാണ്ടാവുന്നത്. പക്ഷേ അതിൻ്റെ 4 ഇരട്ടി
സെയിൽസും റവന്യൂയും പ്രോഫിറ്റും ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഇവിടെയുണ്ട്. റീറ്റെയിൽ മാർക്കറ്റിംഗ് വേറെ സെപ്പറേറ്റ് ആണ്, അതിനൊരു സെയിൽസ് ടീം വേണം, അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ്. പക്ഷേ ആ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു 40% നിങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്താൽ നിങ്ങളുടെ ബിസിനസ് പ്രൊഡക്ഷൻ ബിസിനസ് എക്സ്പാൻഷൻ കുറച്ചുകൂടി വലുതായിട്ട്. സോ കറന്റ്ലി ഉള്ള ഈ ഒരു ക്യാപിറ്റലിന്റെ മാക്സിമം റിസ്ക് കുറവുള്ള ഏരിയ യൂട്ടിലൈസേഷൻ, ക്യാപിറ്റലിന്റെ മാക്സിമം യൂട്ടിലൈസേഷൻ നമുക്ക് ഇ-കോമേഴ്സിലാണ് നടക്കുക. ഇപ്പോ വരുന്ന ജനറേഷൻസ് ഒക്കെ ഈ ട്രേഡിങ്ങിലും അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു തരത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സുകളാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഗുലർ ഡിഗ്രി പ്രോഗ്രാംസ് കാര്യങ്ങളോടൊന്നും അവർക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇപ്പോൾ വരുന്നില്ല, ഇപ്പോഴത്തെ ചാർട്ട് നോക്കി കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ ഈ നെക്സ്റ്റ് ജനറേഷൻ ഈ വരുന്ന കുട്ടികൾക്ക് ഈ ഇ-കോമേഴ്സ് അല്ലെങ്കിൽ ഓൺലൈൻ സെയിൽസ് ഒക്കെ അവർക്ക് ഒരു മണി സോഴ്സ് ആയിട്ട് പെട്ടെന്ന് ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ, അതൊരു കരിയറോ അതല്ലെങ്കിൽ അവർക്ക് ഒരു ബിസിനസ് എന്റർപ്രണർ ആവാൻ ലെസ് ക്യാപിറ്റലായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറയാമോ? പിരമിഡ് സ്ട്രക്ചറിലുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഓൺലൈൻ സെയിൽസ്, ഇ-കൊമേഴ്സ് സെയിൽസ്, ക്യൂ-കൊമേഴ്സ് സെയിൽസ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സാധനമാണ്. ഇതിൽ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ അവർക്കൊരു കരിയർ ഉണ്ടാക്കാനോ അവർക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ രണ്ടിനും സ്കോപ്പുള്ള. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇ-കൊമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വലിയ ക്യാപിറ്റലിൻ്റെ ആവശ്യമില്ല. ഞാൻ നേരത്തെ വേറൊരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത് നിങ്ങളുടെ ക്യാപിറ്റൽ ബ്ലോക്ക് ആവില്ല, ഇൻവെൻറ്ററി ബ്ലോക്ക് ആവില്ല. അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട ഒരു ആവശ്യം ഇവിടെ ഇ-കൊമേഴ്സ് ബിസിനസ്സിൽ വരുന്നില്ല. അപ്പോൾ ഇ-കൊമേഴ്സ് ബിസിനസ് പഠിക്കുന്ന ഒരു യങ്സ്റ്ററിന് അവന് അല്ലെങ്കിൽ അവൾക്ക് അവരുടെ കരിയറോ ബിസിനസ്സോ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഇവിടെയുണ്ട്. ഇത് ബേസിക്കലി ഒരു സ്കിൽ ഡെവലപ്മെൻ്റ് ആണ്. അതായത് ഇത് പഠിക്കുവാനായിട്ട് നിങ്ങളൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് വേണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒരു ആവശ്യമില്ല. സർട്ടിഫൈഡ് പ്രോഗ്രാം ഒരു സർട്ടിഫൈഡ് പ്രോഗ്രാം കൂടി ആവശ്യമില്ല. ഇതൊരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ്. ഇതിന് പ്രധാനമായിട്ടും വേണ്ടത് നിങ്ങൾക്ക് ഒരു തോട്ട് പ്രോസസ്സാണ് വേണ്ടത്. അതായത് ഇത് മാറ്റങ്ങൾ ഉൾക്കൊള്ളാനുള്ള തോട്ട് പ്രോസസ്സ്. ഇത് ഇന്ന് പഠിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു സാധനമല്ല. അതിനെ നമ്മൾ ഡേ ബൈ ഡേ നമ്മൾ അതിൻ്റെ പുതിയ സാധനങ്ങൾ വരുമ്പോൾ പഠിച്ചു പോകണം. പിരമിഡ് സ്ട്രക്ചർ സെയിൽസിനെ പോലെയല്ല ഇത് നിങ്ങൾക്ക് ഒരു ലോങ് ടേം ബിസിനസ് ഇതിൽ ചെയ്യുന്നൊരു സാധനമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുന്ന കാറ്റഗറി അനുസരിച്ച് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് റെഗുലറായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ നിങ്ങളുടെ കഴിവും അതിനനുസരിച്ച് നിങ്ങളിത് ഐഡൻറ്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നു. അണ്ടർലൈൻ ചെയ്ത് പറയേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് വളരെ നിങ്ങൾക്ക് കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു ക്യാപിറ്റലിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. അപ്പോൾ ഒരു യങ്സ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇത് പഠിച്ചു കുറച്ചു കാലം ജോലി ചെയ്ത് അവന് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. GST മാത്രമേ ആവശ്യമുള്ളൂ. GST ഒക്കെ ഇപ്പോൾ ഓൺലൈൻ അവൈലബിൾ ആണ്. അത് കാരണം ഒരു കരിയർ ഉണ്ടാക്കാനോ ഒരു ബിസിനസ് ഉണ്ടാക്കാനോ ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ ഇ-കൊമേഴ്സിന്റെ സ്കിൽസ് പഠിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഓക്കെ, പലപ്പോഴായി നമ്മൾ പറയുന്ന കാനറി 360 മാർക്കറ്റിംഗ് സൊല്യൂഷൻ അതെന്താണെന്നുള്ളതൊന്ന് പറയാമോ? ഓക്കെ, തീർച്ചയായും വളരെ ബ്രീഫായിട്ടല്ല, നല്ല വിസ്തരിച്ച് പറയേണ്ട ഒരു ചോദ്യമാണ്, ഒരു ഉത്തരമാണ് അതിന് ഉള്ളത്. അതായത് ഇപ്പോൾ ധാരാളം ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത് അവർ ഒരു മാർക്കറ്റിംഗ് ഭാഗം മാത്രമാണ് ചെയ്യുന്നത്. അതായത് സാധാരണ ട്രഡീഷണൽ അഡ്വർടൈസ്മെൻ്റ് അല്ലാതെ അവർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൂടി അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ചോദ്യം നാച്ചുറലി നിങ്ങളത് ചെയ്യുന്നില്ല എന്നാണ്. ഞങ്ങളും അത് ചെയ്യുന്നു, കാൻഡ്രി അത് ചെയ്യുന്നു. കാൻഡ്രി 360 ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജസ്റ്റ് ഒരു പാർട്ട് മാത്രമാണ്. നമ്മളിവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു പ്രൊഡക്റ്റിനെ മനസ്സിലാക്കി ആ പ്രൊഡക്റ്റിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ആ പ്രൊഡക്റ്റിനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നു. ആ മാർക്കറ്റിങ്ങിനെ നിങ്ങൾക്ക് സെയിൽസിലേക്ക് അതിനെ മെർജ് ചെയ്യുന്നു. അതായത് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാർക്കറ്റ് ചെയ്തതിൻ്റെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ അതുകൊണ്ട് സെയിൽസ് ഉണ്ടാവണം. ആ സെയിൽസ് എങ്ങനെ ചെയ്യണം? അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ ഡിജിറ്റലി ആൾക്കാരെ അറിയിച്ചു, അത് ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ കൂടി വിൽക്കാൻ പറ്റുന്നു, അത് ആ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും നിങ്ങളുടെ പ്രൊഡക്റ്റിനെ വിൽക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. പ്രോഫിറ്റബിലിറ്റി, അതിലാണ് നമ്മുടെ ഫോക്കസ് വരുന്നത്. നമ്മുടെ സപ്പോർട്ട് ലൈക്ക് ഒരു വെർട്ടിക്കൽ നമ്മൾ പറയുകയാണെങ്കിൽ ഓഫ്കോഴ്സ് ആദ്യം പറഞ്ഞ പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള കുറേ പ്രോസസ്സ് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വരുന്ന കോളുകളെ കൺവേർട്ട് ചെയ്യാൻ ഒരു കോൾ സപ്പോർട്ട് വേണം, അതായത് കോൾ സെൻറ്റർ സപ്പോർട്ട് വേണം. നമ്മൾ അതും പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് വരുന്ന എൻക്വയറീസിനെ നമ്മൾ സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു ടീമുണ്ട്. അവർ ലീഡ് ജനറേഷൻ ആണെങ്കിൽ അവർ അങ്ങോട്ട് വിളിക്കും, അല്ല ഇങ്ങോട്ട് വരുന്ന കോൾസോ മെസ്സേജസ് ആണെങ്കിൽ നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്ത് അതിനെ സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങളുടെ മാർക്കറ്റിംഗ്
മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, നിങ്ങളുടെ സെയിൽസ് കൺവേർഷൻ കൂടി നമ്മൾ ചെയ്തു തരണം. സോ വി ഹാവ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം, വി ഹാവ് എ കോളിംഗ് ടീം. അവർ ഈ വരുന്ന മാർക്കറ്റിങ്ങിലൂടെ ഉണ്ടായിട്ടുള്ള ഇൻട്രസ്റ്റ് ജനറേഷനെ നമ്മൾ അതിനെ സെയിൽസായി കൺവേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഒരു ഓപ്പറേഷൻ ടീം, അതായത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സെയിൽസ്, നിങ്ങൾക്ക് ആമസോണിൽ സെയിൽസ് വന്നു, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ സെയിൽസ്, നിങ്ങളുടെ വെബ്സൈറ്റിൽ സെയിൽസ് വന്നു, ഈ ഓർഡർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സെയിൽസ് എന്ന് വിളിക്കണമെങ്കിൽ അത് അങ്ങോട്ട് പോയി അതിന്റെ കാശ് നമ്മുടെ കീശയിൽ വരണം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ കാശ് മേടിക്കുകയാണെങ്കിൽ സമയത്തിന് സാധനം എത്തണം. അല്ല, ക്യാഷ് ഓൺ ഡെലിവറി ആണ് നിങ്ങൾ ഓഫർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം സമയത്തിന് എത്തിയാലേ കാശ് കിട്ടുള്ളൂ. നിങ്ങൾ ആ ഓപ്പറേഷൻസിന്റെ തലവനോട് നമ്മൾ എടുക്കുന്നത്, വി ഹാവ് എൻ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ ടീം ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ വരുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ ഇത് പ്രൊഡക്റ്റിന്റെ പാക്കേജിങ് മാത്രമല്ല, ഈ പ്രൊഡക്റ്റ് പുറത്തേക്ക് പോകുമ്പോൾ എന്തൊക്കെ പാക്കേജിംഗ് ആണ് അത് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു ടേൺ കീ പ്രൊജക്റ്റ് പോലെ അതിനെ പ്രൊഡക്റ്റ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ സെയിൽസായി നിങ്ങൾക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് തരണം. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് പ്രോഫിറ്റ്, അതാണ് നമ്മൾ ഒരു ബ്രാൻഡിനെ പ്രോഫിറ്റബിൾ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഒരു പ്രൊഡക്റ്റിനെ പെട്ടിയിലാക്കി പ്രൊഡക്റ്റ് കസ്റ്റമർ അടുത്ത് ഡെലിവർ ചെയ്ത് അതിന്റെ എമൗണ്ട് നമ്മുടെ ക്ലയന്റിന്റെ അടുത്ത് എത്തി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഒരു ട്രാൻസാക്ഷൻ ക്ലോസ് ഇല്ല. നമ്മൾ വീണ്ടും അവിടെ ഒരു പോയിന്റ് കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിംഗ് മാത്രമല്ല ചെയ്യുന്നത്, നമ്മളൊരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. അത് 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് സെയിൽസ് ചെയ്യാൻ എന്തൊക്കെ സപ്പോർട്ട് ആവശ്യമുണ്ടോ അതെല്ലാം നമ്മൾ ചെയ്തു തരും.